എല്ലാ കാര്യത്തിലും വളരെ ഡിസിപ്ലിൻഡായ അർജുൻ ദീപിക എന്ന പെൺകുട്ടി വിവാഹം കഴിച്ച് അതിരാത്രിയിലേക്ക് കടക്കുകയായിരുന്നു. അന്ന് തന്നെ അവനൊരു സത്യം മനസ്സിലാക്കുന്നു. ദീപികയ്ക്ക് ഭയങ്കരമായ കൂർക്കം വലിക്കുന്ന ഒരു പ്രശ്നമുണ്ടെന്ന്. ആദ്യം അത് ചെറിയ കാര്യമാണെന്ന് തോന്നിയെങ്കിലും ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമായി മാറുന്നു. അർജുന് ശരിയായ ഉറക്കം കിട്ടാതെ അവൻ മാനസികമായും ശാരീരികമായും തളരാൻ തുടങ്ങുന്നു. അതേസമയം ദീപികയും തന്റെ പ്രശ്നങ്ങൾ കാരണം കുറ്റബോധത്തിൽ കഴിയുകയായിരുന്നു. അവൾ പല ചികിത്സകളും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായിരുന്നില്ല. ഒരുമിച്ച് ജീവിക്കാൻ അവർ ഒരു വഴി കണ്ടെത്തുന്നു. ഒരു ദിവസം ഒരാൾ ഉറങ്ങും, മറ്റേ ദിവസം മറ്റൊരാൾ ഉറങ്ങും എന്ന രീതിയിൽ. പക്ഷേ ഈ രീതിയും അവരെ കൂടുതൽ തളർത്തുന്നു. ഉറക്കക്കുറവ് കാരണം അർജുൻ തന്റെ ജോലിയിൽ പോലും പരാജയപ്പെടുന്നു. തന്റെ ഡ്രീം ജോബ് നഷ്ടപ്പെടുന്നതോടെ അവൻ ദീപികയെ തന്നെ ഈ പ്രശ്നത്തിന് കാരണം കാണാൻ തുടങ്ങുന്നു. അവർക്കിടയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുകയും ഒടുവിൽ അർജുൻ ഡിവോഴ്സ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ദീപിക അവനെ ഇനിയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടും അർജുൻ തന്റെ തീരുമാനം മാറ്റുന്നില്ല. പക്ഷെ ജീവിതം അവരെ വീണ്ടും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നു. അർജുൻ അവന്റെ അച്ഛനുമായി ബന്ധപ്പെട്ട ഒരു യാത്രയിൽ അവൻ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നു. പെർഫെക്ഷൻ അല്ല, അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു ബന്ധം നിലനിൽക്കാൻ വേണ്ടതെന്ന്. അതേസമയം അവൻ അവന്റെ തെറ്റുകൾ തിരിച്ചറിയുന്നു. അവസാനം അർജുൻ ദീപികയോട് മാപ്പ് പറഞ്ഞ് വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നു. ദീപികയും കുറച്ച് സമയം ചോദിച്ച് അവരുടെ ബന്ധത്തിന് മറ്റൊരവസരം നൽകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അവർ വീണ്ടും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. ഒരു കുഞ്ഞും അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു. അവസാനം കുഞ്ഞും ദീപികയെ പോലെ കൂർക്കം വലിക്കുമ്പോൾ അർജുൻ അത് കണ്ട് ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അവൻ അതൊരു പ്രശ്നമായി കാണുന്നില്ല.